Al Lafia, this is me Kalakamal Mahal, life specialist and soul healer. എന്താണ് അൺഷേക്കബിൾ കോൺഫിഡൻസ്? അൺഷേക്കബിൾ കോൺഫിഡൻസ്, നമുക്കെല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്. വി ഓൾ ആർ കോൺഫിഡൻറ്റ്. ബട്ട് എന്താണ് ഈ അൺഷേക്കബിൾ കോൺഫിഡൻസ്? യെസ്, നമ്മുടെ ലൈഫിനകത്ത് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സംഭവങ്ങൾ കടന്നു വന്നാൽ, അതും നമുക്ക് വിപരീതമായി കടന്നു വന്നാൽ, വളരെ വിവേകത്തോടു കൂടി പതറാതെ തളരാതെ നമുക്ക് ആ കാര്യത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, ആ എബിലിറ്റിയാണ് അൺഷേക്കബിൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അപ്രതീക്ഷിതമായി നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്കെതിരെ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഷെയ്ക്കാവും. പക്ഷെ അവിടെയും നമ്മൾ ഭയങ്കരമായിട്ട് ഷെയ്ക്കാവാണ്ട് വളരെ കാമായിട്ട്, ഓവർ റിയാക്ഷൻ എടുക്കാണ്ട്, ഓവറായിട്ട് നമ്മൾ പാനിക്കാവാതെ വളരെ വിവേകത്തോടു കൂടി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എബിലിറ്റീനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എബിലിറ്റീനെ പറയുന്ന പേരാണ് അൺഷേക്കബിൾ കോൺഫിഡൻസ്. ഈ അൺഷേക്കബിൾ കോൺഫിഡൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അറിയണ്ടേ? ദ ഫസ്റ്റ് പോയിന്റ്, ഫൈൻഡ് എ മെൻറ്റർ ആൻഡ് പ്രാക്ടീസ് യുവർ ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പിംഗ് ടെക്നിക്സ്. ഫൈൻഡ് എ മെൻറ്റർ. എങ്ങനത്തെ മെൻറ്റർ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേനും അയ്യോ എന്ന് പറഞ്ഞിട്ട് കിടന്ന് വിറയ്ക്കുന്ന മെൻറ്ററിനെ അല്ല ആവശ്യം. വളരെ വിസ്ഡത്തോടു കൂടി, വളരെ കാം ആൻഡ് ക്വയറ്റോടു കൂടി കാര്യങ്ങളെ മാനുഷികമല്ലാത്ത രീതിയിൽ, അതിനെക്കാളും പക്വതയായിട്ട് ഒരു ഡിവൈൻ ലെവലിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, ഡിവൈൻ ലെവലിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന, ഡിവൈൻ ലെവലിൽ തിങ്ക് ചെയ്യാൻ പറ്റുന്ന, ഡിവൈൻ ലെവലിൽ കൂളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു മെൻറ്റർ. അങ്ങനെ ഒരു മെൻറ്ററിനെ മാത്രമേ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റൂ, അതും ഏറ്റവും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു മെൻറ്ററിനെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പിംഗ് ടെക്നിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ ടെക്നിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെൻറ്ററിനെ മാത്രമേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ദ ഫസ്റ്റ് പോയിന്റ്, ഫൈൻഡ് എ മെൻറ്റർ ആൻഡ് പ്രാക്ടീസ് യുവർ ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പിംഗ് ടെക്നിക്സ്. താഴെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പിള്ളേർ കിച്ചണിൽ കയറിയ പരിപാടിയാണ്. ഇനി അടുത്ത നമ്പർ 2 അറിയണ്ടേ? റീഡ് മോർ and gain more knowledge. read. വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് നോക്കിയും കണ്ടും, ആക്സിഡൻറ്റ് കേസുകളും അല്ലാന്നുണ്ടെങ്കിൽ മർഡർ കേസുകളും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാണ്ട് ചെയ്യുന്ന, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം, കാര്യങ്ങൾ കാണുന്നതിന് പകരം റീഡ് ചെയ്യുക. ഒരു ദിവസം മിനിമം ഒരു 1 hour നിങ്ങൾ റീഡ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. നല്ല ബുക്സ് റീഡ് ചെയ്യുക, ലൈഫിനെ ടച്ച് ചെയ്യുന്ന ബുക്സ് റീഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് നല്ല മോട്ടിവേറ്റ് ചെയ്യുന്ന ബുക്സ് റീഡ് ചെയ്യുക. ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ഉണ്ടാകും, അത് റീഡ് ചെയ്യുക. ഒരുപാട് ആൾക്കാരുടെ ഫെയിലേഴ്സിനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്സ് ഉണ്ടാകും, അത് റീഡ് ചെയ്യുക. സോ ഇങ്ങനെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ, നമ്മൾ റെഗുലറായിട്ട് നമ്മളൊരു 100 days റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോളേജിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്താശക്തിയുടെ നിലവാരം വർദ്ധിക്കും. വളരെ നല്ല രീതിയിലുള്ളൊരു ചിന്താശക്തി നമ്മളിൽ ആക്റ്റീവ് ആവും. കാര്യം നമ്മളൊരു ബുക്ക് എടുത്ത് വെച്ച് വായിച്ച് ആ ബുക്കിനകത്ത് നമ്മളൊരു സെൻറ്റൻസ് കാണുമ്പോൾ ആ സെൻറ്റൻസിനകത്തേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് ഓപ്പൺ ആകും. സോ നമ്മളിലുള്ള ആ ഒരു ചിന്താഗതി വർദ്ധിക്കും, നമ്മളിലുള്ള ആ ഒരു പാറ്റേൺ, ആ ഒരു തോട്ട് പാറ്റേൺ ഡിഫറെൻ്റ് ആകും, നമ്മുടെ നോളേജ് വർദ്ധിക്കും. നമുക്ക് കാര്യം നമ്മളെപ്പോഴും ഒന്നും ചെയ്യാണ്ട് റീഡ് ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിനെ മാത്രം കണ്ട്, നമ്മുടെ ലൈഫിനകത്തുള്ള ഡാർക്കും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് മാത്രം കണ്ടാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. ബട്ട് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ഹിസ്റ്ററി, ഒരുപാട് ആൾക്കാരുടെ ലൈഫ് സ്റ്റോറി, അവർ അച്ചീവ് ചെയ്തത്, അവർ ഫേസ് ചെയ്തത്, അവർ ലീഡ് ചെയ്തതായിട്ടൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. സോ റീഡ് മോർ ആൻഡ് ഗെയിൻ മോർ നോളേജ്. അത് നമ്മുടെ ഈ അൺഷേക്കബിൾ കോൺഫിഡൻസിന് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. തേർഡ് പോയിന്റ്, ഐഡൻറ്റിഫൈ യുവർ സ്കിൽ ആൻഡ് ഡെവലപ്പ് യുവർ സ്കിൽ. എന്താണ് നമ്മുടെ ഇൻബോൺ സ്കിൽ?
എന്താ സ്കിൽ? നമ്മുടെ അകത്ത് കിടക്കുന്ന സ്കിൽ എന്താ? നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ നോർച്ചർ ചെയ്തെടുക്കാൻ പറ്റുന്ന, നമ്മുടെ പേരിനൊരു യൂണിക് ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ആ ടാലൻറ്റ്, ആ സ്കിൽ എന്താണ്? ആ സ്കില്ലിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ റിസർച്ച് നടത്തണം. എന്നിട്ട് നമ്മുടെ സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്ക് ഇടണം. അടുത്ത നമ്പർ 4, ഈ മനസ്സിലാക്കിയ സ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിൽ കിടക്കുന്ന ഈ അൺബിലീവബിളായിട്ടുള്ള ഈ സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പലപ്പോഴും പല ആൾക്കാർക്കും സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സ്കിൽ അറിയും, ഓക്കെ എനിക്ക് ഇന്ന കാര്യമുണ്ട്, പക്ഷേ അതൊരിക്കലും ഡെവലപ്പ് ചെയ്യത്തില്ല. ഞാൻ ഇന്ന കാര്യത്തിൽ വളരെ ബെസ്റ്റാണ്, പക്ഷേ അത് വെച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആക്ഷൻസും അവരുടെ ലൈഫിൽ എടുക്കത്തില്ല. എന്തൊക്കെ ആക്ഷൻസ്? അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിടുന്ന ടൈം, അതൊരു ആക്ഷനാണ്. അതിനെ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. ആ സ്കിൽ ബേസ് ചെയ്തിട്ട് അയാൾ എടുക്കുന്ന ഓരോ എഫേർട്ട്, അയാളുടെ ചിന്തയിലും അയാളുടെ ഓരോ പ്രവർത്തനത്തിനകത്തും ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് നോർച്ചർ ചെയ്ത് തന്നിൽ തന്നെ ഒരു യൂണിക് ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അയാൾ എടുക്കുന്ന ഓരോ എഫേർട്ടും എന്താണ്? ആക്ഷനാണ്. സോ വെറുതെ സ്കിൽ അറിഞ്ഞാൽ മാത്രം പോരാ, ആ സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻ കൂടി എടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് എല്ലാം അറിഞ്ഞു പക്ഷെ ഞാനൊന്നും ചെയ്യില്ല എന്ന് വെച്ചാൽ ഒന്നും നടക്കത്തില്ല. അടുത്ത നമ്പർ 5, അതായത് അൺഷേക്കബിൾ കോൺഫിഡൻസ് നമ്മിൽ ഇംപ്രൂവ് ആകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എന്താ പറയുക, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, എൻ്റെ ലൈഫിനകത്ത് ഞാൻ ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ഫാക്ടറാണ് ഞാൻ നിങ്ങളോട് ഈ 5th പോയിൻ്റായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, സെൽഫ് സ്പീക്കിംഗ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, എനിക്ക് സംസാരിക്കാനായിട്ടാണ് വളരെ ഇഷ്ടം. എനിക്ക് വളരെ നല്ല അധികമായ ആൾക്കാരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ട്രെയിനർ ആവാനായിട്ടാണ് ഇഷ്ടം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവാനായിട്ടാണ് ഇഷ്ടം. എനിക്ക് ആൾക്കാരിലേക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കണം. ഈ ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യം പോയി ചെന്ന് ഓക്കെ എനിക്കിതാണ് ഇഷ്ടം, എനിക്ക് നിങ്ങളൊരു വേദി തരുമെന്ന് പറഞ്ഞാൽ ആരും തന്നിട്ടുമില്ല, അടിച്ചോടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പോയി ചെന്ന് ചോദിച്ചപ്പോൾ, കാര്യം എൻ്റെ ഉള്ളിൽ അടങ്ങാത്തൊരാഗ്രഹവും വെച്ച് ചെന്ന് ചോദിച്ചപ്പോൾ യു ആർ നോട്ട് എലിജിബിൾ, ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ശരിക്കും എൻ്റെ ലൈഫിൽ ഒരു അൺഷേക്കബിൾ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കെന്ന് പറയുന്നത് വേറൊന്നുമല്ല, സെൽഫ് സ്പീക്കിംഗ്. ഞാൻ എൻ്റെ റൂമിൽ കയറുന്നു, എൻ്റെ റൂമിലെ മിറർ നോക്കിയിട്ട് എൻ്റെ മിററിൽ ഞാൻ എന്നെ കാണുന്നുമുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരുപാട് വ്യക്തികളെയും കാണുന്നുണ്ട്. ഒരു വലിയ സ്റ്റേജ് തന്നെ ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ആശയങ്ങൾ അവിടെ നിന്നിട്ട് ഞാൻ സംസാരിക്കുവാണ്. സെൽഫ് സ്പീക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എന്നോട് സംസാരിക്കും. ഹേയ്, ഹു ആർ യു? അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻ്റർവ്യൂ മോഡ് എടുത്തിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റൂം ഞാൻ വലിയൊരു സ്റ്റേഡിയം ആക്കുന്നു. ആ റൂമിനകത്ത് കിടക്കുന്ന ബെഡും ചെയർസും ഒക്കെ ഞാൻ എന്നെ കേൾക്കാനിരിക്കുന്ന എൻ്റെ ഫോളോവേഴ്സിനാക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. അതൊരു ആക്ഷനാപ്പാ. പോസിറ്റീവായിട്ട് വളരെ കോൺഫിഡൻ്റായിട്ട് നമ്മളിൽ നിന്ന് അത്രയും ട്രസ്റ്റോടുകൂടി നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ ഈ സാധനം നമ്മുടെ മുമ്പിൽ വന്ന് തുറക്കുക തന്നെ ചെയ്യും. സോ സെൽഫ് സ്പീക്കിംഗ്, അതും എങ്ങനത്തെ വല്ല കാര്യവും പറയുന്നതല്ല, അപ്പുറത്ത് നടന്ന കാര്യങ്ങളും ഇപ്പുറത്ത് നടന്ന കാര്യങ്ങളും പറയുന്നതല്ല. എന്താണോ നമ്മുടെ അകത്ത് കിടക്കുന്ന സ്കിൽ ബേസ്ഡ്, എനിക്കൊരു യൂണിക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തരാൻ പറ്റുന്ന സ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ടാലൻറ്റ് എന്താണോ ആ ടാലൻറ്റ്, ആ സ്കിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എവിടെയെങ്കിലും ഞാനൊന്ന് വീക്ക് ആകുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതും ഈ സെൽഫ് സ്പീക്കിംഗ് തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഓടിപ്പോവും, ചെല്ലും, മിറർ നോക്കിയിട്ട് പറയട്ടടാ, നീ സൂപ്പറല്ലേ, ഇതൊക്കെ നമ്മൾ നോക്കണോ, നീ അടിച്ച് പൊളിക്കുന്നേ, നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ സമയത്ത് ഇതല്ല ഇതിനപ്പുറം വരും. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറയും, എന്നാലും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്തോ. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ തന്നെ എന്നോട് സംസാരിക്കും, പറയട്ടെ, അവർക്ക് പറയാനല്ലേ അറിയത്തുള്ളൂ. നീ പ്രൂവ് ചെയ്ത് കാണിക്ക് ഹൂ യു ആർ, യു പ്രൂവ് ഇറ്റ്.
നീ പ്രൂവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിന്നെ തടയാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? നീയാണ് നിനക്കുള്ള ഏറ്റവും വലിയ എനിമിയും, നീയാണ് നിനക്കുള്ള ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടും. ഇത് മാത്രം നീ നോക്കിയാൽ മതി, ആരും പറയുന്നത് നോക്കണ്ട. ഈ പറയുന്നവരൊക്കെ നാളെ ഒരു സമയത്ത് ഒന്നും ചെയ്യാണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കും. പക്ഷേ നീ പ്രൂവ് ചെയ്ത് കാണിക്കും ഹൂ യു ആർ എന്ന്. നീ പ്രൂവ് ചെയ്യും. ധൈര്യമായിട്ട് മുന്നോട്ട് പോടേ എന്ന് ഞാൻ എന്നോട് പറയാം. അപ്പം നിങ്ങൾ നോക്കുമായിരിക്കും വട്ടായോ എന്ന്. ഇത് വട്ടല്ല, ശരിക്കും അൺഷേക്കബിൾ കോൺഫിഡൻസിൻ്റെ ഒരു ബേസ് ലെവലാണിത്. ബേസ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ടച്ച് ചെയ്ത 2 കാര്യങ്ങൾ, ഒന്ന് ഈ സെൽഫ് സ്പീക്കിങ്ങും, 2 ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത് എനിക്ക് കിട്ടിയ മെൻറ്റർ. ആ മെൻറ്ററിൻ്റെ കീഴിൽ നമ്മൾ സറണ്ടറായി അത്രയും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിനകത്ത് മൂവ് ചെയ്യുക. കൂടെ നമ്മുടെ സെൽഫ് സ്പീക്കിംഗ് ആകുമ്പോഴത്തേനും അൺഷേക്കബിൾ കോൺഫിഡൻസ് വണ്ടി പിടിച്ച് നമ്മുടെ അടുക്കലേക്ക് വരും. അടുത്തത് 6 പോയിൻറ്റ്. ഇത് കുറച്ച് പാടാണെന്നുണ്ടെങ്കിലും ഇതാണ് ഇത്രയും ഈ പോയിൻറ്റ്സിനകത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു പോയിൻ്റായിട്ട് എനിക്ക് നിങ്ങളോട് വളരെ നിർബന്ധപൂർവ്വം പറയേണ്ട ഒരു കാര്യം. എന്താണോ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് എന്തായി തീരണമെന്നാണോ ആഗ്രഹം, നിങ്ങളുടെ സ്കിൽ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തായി തീരണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം, ആ ഒരു ലെവലിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ആ സ്റ്റൈൽ ഓഫ് ലൈഫ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ആക്റ്റീവാക്കി തുടങ്ങണം. അതായത് നമ്മൾ അതായിട്ട് മാറി നമ്മൾ ജീവിക്കണമെന്നർത്ഥം. അതായത് ഒരു പക്ഷേ നമ്മളിപ്പോൾ 0 ലെവലിലായിരിക്കും നിൽക്കുന്നത്, പക്ഷേ നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ 0 ലെവലിലല്ല, നമ്മളൊരു അച്ചീവറായിട്ട് നിൽക്കുന്ന ലെവലിൽ, നമ്മളൊരു ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്ന ലെവലിൽ, നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് മുമ്പിൽ നമ്മളൊരു ഇൻസ്പയർ ചെയ്യിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന ലെവലിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ആക്റ്റീവാക്കി എടുക്കണം. നമ്മുടെ സംസാരം നമ്മളിപ്പോൾ നമ്മൾ ബ്ലാ 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 നമ്മൾ സംസാരിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ അത്രയും ഒരു ഹയസ്റ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മുടെ സംസാരത്തിൽ ക്വാളിറ്റി ഉണ്ടാവും, നമ്മുടെ നടപ്പിൽ ക്വാളിറ്റി ഉണ്ടാവും, നമ്മുടെ എടുക്കുന്ന ഡിസിഷൻസിൽ ക്വാളിറ്റി ഉണ്ടാകും, നമ്മുടെ അപ്രോച്ചിൽ ക്വാളിറ്റി ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഈ ക്വാളിറ്റീസിന് അന്ന് എല്ലാം ആയിട്ട് വരുത്താമെന്നല്ല, ആ ക്വാളിറ്റീസിൽ നമ്മൾ ജീവിച്ചു തുടങ്ങണം. അതൊരു കോൺഫിഡൻസ് ആണ്. സോ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിലപ്പോൾ നിൽക്കുന്നത് ഒന്നുമില്ലാത്ത കണ്ടീഷനിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നത് പല ക്രൂഷ്യൽ സിറ്റുവേഷൻസ് ആയിരിക്കും. ബട്ട് അതൊന്നുമല്ല വിഷയം. നമ്മൾ എന്തായി തീരണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അന്ന് അവിടെ എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത്, ആ ലൈഫ് സ്റ്റൈൽ നമ്മളിവിടെ എടുക്കണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അല്ലാഹ് ഹാഫിയ.